ഹരിയോ. പത്താമത്തെ സ്തുതി കർദമ പ്രജാപതിയുടെ സ്തുതി. ഇത് സ്കന്ധം 3 21 അധ്യായത്തിൽ 13 തൊട്ട് 21 വരെ ശ്ലോകങ്ങളാണ്. ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായതാണ് കർദമ പ്രജാപതി. ബ്രഹ്മാവ് ഓരോ അംഗങ്ങളിൽ നിന്നുള്ള സൃഷ്ടിക്രമങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഛായായാം കർദമോ ജജ്ഞേ ദേവഹൂത്യാം പതിപ്രഭു എന്ന്. പ്രജകളെ സൃഷ്ടിക്കുക എന്ന് ബ്രഹ്മാവിനാൽ ആജ്ഞാപിക്കപ്പെട്ടപ്പോൾ കർദമ പ്രജാപതി 10,000 സംവത്സരം സരസ്വതി നദീതീരത്ത് തൻ്റെ ആശ്രമത്തിൽ തപസ്സു ചെയ്തു. കർദമ പ്രജാപതി ഭക്തിയാൽ ശരണാഗതന്മാർക്ക് സർവാഭീഷ്ടവും കൊടുക്കുന്ന ഹരിയെ തന്നെ സർവാത്മനാ ശരണം പ്രാപിച്ചു. ഭഗവാനെ കാണണം എന്ന അതീവ മോഹത്തോടു കൂടി അദ്ദേഹം ചെയ്ത തപസ്സിൽ ഭഗവാൻ സന്തോഷിച്ചു. ഗരുഡോപരി കാലമേഘകമ്രം വിലസത് കേളി സരോജപാണിപത്മം എന്ന് നാരായണീയം. ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ കാർമേഘവർണ്ണനായി കയ്യിൽ ഒരു താമരപ്പൂവിനെ എടുത്തുകൊണ്ട് വപുരാവിഷ്കുരുഷേ സ്മ കർദമായ കർദമൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു. തൻ്റെ മുമ്പിൽ അതിസുന്ദര രൂപത്തിൽ ഭഗവാൻ വന്നതും കർദമ പ്രജാപതി ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത് സ്വഭാവാത്മാ കൃതാഞ്ജലി, തൻ്റെ സ്വഭാവമാകുന്ന ഭക്തിയോടെ നമസ്കരിച്ചു എന്നാണ്. നമ്മുടെ സ്വഭാവത്തിൽ അലിയേണ്ടതാണ് ഭക്തി. ഭക്തി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് സമയമുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് നാമം ജപിക്കാം എന്നുള്ളതല്ല. നമ്മുടെ ദിനചര്യയിൽപ്പെട്ടതാണ് ഭക്തി നാമജപവും. അല്ലാതെ നമ്മുടെ സർവ്വ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നല്ല. നമ്മളിൽ പലർക്കും പല സ്വഭാവങ്ങളുമുണ്ടല്ലോ. ഉദാഹരണമായി ചിലർക്ക് രാവിലെ എണീറ്റാൽ ഉടനെ കാപ്പി കിട്ടണം, കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. ചിലർക്ക് ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം. ഇങ്ങനെ ഓരോ സ്വഭാവം. ഇതുപോലെ ആവണം. ഒരു ദിവസം ഒരധ്യായം ഭാഗവതം വായിച്ചിട്ടില്ലെങ്കിൽ ആകപ്പാടെ എനിക്കൊരു വേവലാതിയാണ് എന്നും കൂടി നമ്മുടെ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വരുത്താനായിട്ട് സാധിക്കണം. അങ്ങനെ സ്വഭാവമാകുന്ന ഭക്തിയോടെ കർദമൻ ഭഗവാന്റെ പാദത്തിലേക്ക് വീണ് നമസ്കരിച്ച് ഭംഗിയായി സ്തുതിച്ചു. ഇനി നമുക്ക് സ്തുതി കേൾക്കാം. അതിനുശേഷം സാരാംശം. ഋഷിരുവാച ജുഷ്ടം ബദാദ്യാഖില സത്വരാശേ സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭി ആശാസതേ യോഗിനോ രൂഢയോഗ യേ മായയാ ഹതമേധസ ത്വത്പാദാരവിന്ദം ഭവസിന്ധുപോദം ഉപാസതേ കാമലവായ തേഷാം ആശീശകാമാൻ നിരയേപി യേസ്യോ തഥാ സജാഹം പരിവോഢുകാമ സമാനശീലാം ഗ്രഹമേധധേനും ഉപൈവാൻമൂലമശേഷമൂലം ദുരാശയ കാമദുഃഖാംഗ്രിവസ്യ പ്രജാപതേസ്തേ വചസാധീശതന്ത്യ ലോകക്കിലായം കാമഹതോനുബദ്ധ അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം ലോകാംശ്ച ലോകാനുഗതാൻ പശൂംശ്ച ഹിത്വാ ശ്രിതാസ്തേ ചരണാതപത്രം
പരസ്പരം ത്വദ്ഗുണവാദസേതു പീയൂഷനിര്യാപിതദേഹധർമ്മ ന തേജരാക്ഷഭ്രമിരായുരേഷാം ത്രയോദശാരം 360 ഷണ്ണേമ്യനന്തശ്ചതി യത്രിണാഭി കരാളസ്രോതോ ജഗദാച്ഛിദ്യധാവത് ഏകസ്വയം സജ്ജഗതസ്യ സൃക്ഷയാ ദ്വിതീയയാത്മന്നധിയോഗമായയാ സൃജസ്യ തപ്പാസി പുനർഗ്രസിഷ്യസേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭിः നൈതദ്ബദാദീശപദം തവേപ്സിതം യന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വപിയർഹി മായയാ ലസത്തുളസ്യാതനുവാ വിലക്ഷിതാ തം ത്വാനുഭൂത്യോ വരതിക്രിയാർത്ഥം സ്വമായയാ വർത്തിതലോകതന്ത്രം നമാമ്യഭീഷ്ണം നമനീയപാദസരോജം അൽപീയസീ കാമവർഷം. സാരാംശം നോക്കാം. ഭഗവാന്റെ പാതാരവിന്ദ മാധുര്യത്തെപ്പറ്റി കർദമ പ്രജാപതി പറയുന്നത്, പ്രാരബ്ധത്തിൻ്റെ തീമഴ പെയ്യുന്ന സമയത്ത് ഭക്തന്മാർക്ക് കുടയായിത്തീരുന്നു ഭഗവാന്റെ പാതാരവിന്ദം. ആ ശ്രീപാദ പത്മത്തിലേക്ക് എനിക്ക് ഇളകാത്ത ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു നമസ്കരിച്ചു കർദമൻ. ഭഗവാൻ കർദമ പ്രജാപതിയോട് പറഞ്ഞു, കർദമ പ്രജാപതി, അങ്ങയുടെ തപസ്സും സ്തുതിയും എനിക്ക് വളരെയേറെ സന്തോഷമായി. ഭഗവാന് സന്തോഷമായി എന്നതിന് എന്താണ് തെളിവ്? കർദമൻ്റെ ഭക്തിയും തപസ്സും സ്തുതിയും ഒക്കെ കേട്ടപ്പോൾ ആനന്ദം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ 2 കണ്ണുകളിൽ നിന്നും ഓരോ തുള്ളി കണ്ണുനീർ അവിടെ പതിച്ചുത്രേ. അങ്ങനെ അവിടെ പതിച്ച ഭഗവാന്റെ കണ്ണുനീരാലാണ് ബിന്ദു സരസ് ഉണ്ടായത്. അത്രക്ക് ഭക്തനായിരുന്നു കർദമ പ്രജാപതി. ഓം നമോ ഭഗവതേ വാസുദേവായ.